റമദാൻ മാസത്തിൽ ഒമാനിലെ ഒരു കാഴ്ച പുലരുവോളം സജീവമാകുന്ന ടൈലർ ഷോപ്പുകളാണ്. ദിഷ്ദാഷ എന്ന് വിളിക്കുന്ന പുരുഷന്മാരുടെ നീളൻ കുപ്പായവും സ്ത്രീകളുടെ തിളങ്ങുന്ന ഡ്രസ്സും തയ്ച്ചെടുക്കുന്ന തിരക്കിലാണ് മസ്കറ്റിലെ ടൈലർ ഷോപ്പുകൾ. പെരുന്നാളിനുള്ള പുതുവസ്ത്രം നേരത്തെ റെഡിയാക്കി വെക്കുന്നതാണ് ഒമാനികളുടെ രീതി. നമ്മുടെ നാട്ടിൽ റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു വിഭാഗം ഈ തയ്യൽ മെഷീനും സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും. കാലമേറെ കഴിയുന്നതോറും അതിൻ്റെ ഒരു സാധ്യത കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നാട്ടിൽ കാണാറ്. പക്ഷേ ഒമാനിൽ ഇതിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ്. എത്ര കാലം കഴിഞ്ഞാലും തയ്യൽ മെഷീനും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റിച്ചിങ് മേഖല ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ മാസം. ഒമാനിലെ വസ്ത്രധാരണം ഇവിടുത്തെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും അന്തസ്സിൻ്റെയും പ്രതീകമാണ്. പുരുഷന്മാർ പ്രധാനമായും ദിഷ്ദാഷ എന്ന് വിളിക്കുന്ന നീളൻ കുപ്പായമാണ് ധരിക്കുക. ഏറെ ലളിതവും എന്നാൽ മനോഹരവുമായ ഒന്ന്. സാധാരണയായി കൂടുതലും വെള്ള നിറത്തിലാണ് കാണുകയെങ്കിലും കറുപ്പ്, നീല, തവിട്ട് തുടങ്ങിയ നിറങ്ങളിലും ദിഷ്ദാഷ ലഭ്യമാണ്. കൃത്യമായ അളവുണ്ട്. തൊപ്പിക്ക് അനുയോജ്യമായ നിറത്തിലുള്ള ബട്ടനും ചെണ്ടുകളുമാണ് ദിഷ്ദാഷയുടെ മറ്റൊരു പ്രത്യേകത. റമദാനിന് മാസങ്ങൾക്ക് മുമ്പേ ഈദിനുള്ള ഡ്രസ്സ് തയ്ച്ചെടുക്കുന്ന ഒരുക്കങ്ങൾ ഒമാനികൾ ആരംഭിക്കും. തങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള തയ്യൽ കടയിൽ തുണിയും അളവും നൽകും. അളവ് കൃത്യമായിരിക്കണമെന്നത് പ്രധാന നിർബന്ധമാണ്. ഇതിനോടനുബന്ധിച്ച് ഒരു വർഷത്തേക്കുള്ള ദിഷ്ദാഷ ഒന്നിച്ച് തയ്ച്ചെടുക്കുന്നവരുമുണ്ട്. മറ്റ് GCC വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇവരെ ഈ ഒമാനി ദിഷ്ദാഷ എന്നതിൽ പറയല്. ഇതാണ് ഇവർ പ്രത്യേകിച്ചുണ്ട് അതുപോലെ ഡിസൈൻ. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ സമയത്ത് ഈ കന്തൂര, ഈ ഡ്രസ്സ്, ഈ ദിഷ്ദാഷ ഇത് ഉപയോഗിക്കൽ ഇവർക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയാലും ഇവരത് സ്വന്തമാക്കാനുള്ള തിരക്കിലാണ്, ഓടി നടക്കുന്നത്. ഇപ്പോൾ എല്ലാ കടകളും വർക്ക് ഫുള്ളാണ്. മെയിനായിട്ട് ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മളിത് റെഡിമെയ്ഡ് ഇത് ഒരിക്കലും പാകാവില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് അത് കറക്റ്റായിട്ട് തയ്ക്കണം. പിന്നെ കഴുത്താണ് മെയിനായിട്ട്, കഴുത്തും അതുപോലെ ഈ ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടണം. പിന്നെ ഒരു മാച്ച് ചെയ്ത് തൊപ്പി ഉണ്ടാവും ഇവർക്ക്. കുമ്മെന്ന് പറയുന്നത്, അറബിൽ കുമ്മെന്ന് പറയുന്നത് മൂസറ് തലക്കെട്ട്. അതിന് മാച്ച് ചെയ്തിട്ടുള്ള കളറ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ മൂസറ് അതിന് മാച്ച് ചെയ്തിട്ടുള്ള കളറ് നൂല് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡിസൈനൊക്കെ ചെയ്യും. നോമ്പിൻ്റെ ഏകദേശം 2 മാസം മുമ്പ് റജബ് തൊട്ടിട്ട് തന്നെ ഇവിടെ ഓർഡർ നമുക്ക് വന്നു തുടങ്ങും. റജബ് ഷാബാൻ ആകുമ്പോൾ തന്നെ ഏകദേശം വർക്ക് ഫുള്ളാകും. ഇപ്പോൾ ഏകദേശം നമുക്ക് റംസാന് മുന്നേ തന്നെ നമ്മൾ വർക്കൊക്കെ ഫുള്ളാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഓർഡർ പ്രകാരം കട്ട് ചെയ്തുകൊണ്ട് തയ്ച്ചുകൊണ്ടിരിക്കും. ഈദിനും കല്യാണങ്ങൾക്കും വിശേഷ ദിവസങ്ങളിലുമാണ് സ്ത്രീകൾ വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിക്കുക. ഈദ് സമയത്ത് പെൺകുട്ടികൾ മിന്നുന്ന വസ്ത്രങ്ങളിൽ കാണാം. വലിയ മാറ്റമില്ലാതെ ഇന്നും തുടരുന്ന വസ്ത്ര ഡിസൈനുകളാണത്. ഒമാനിലെ മത്രാസൂക്കിൽ ഈദിനോടനുബന്ധിച്ച് സ്ത്രീകളുടെ ഡ്രസ് തുന്നുന്ന ടൈലർ ഷോപ്പുകളിലെല്ലാം രാവേറെ നീണ്ടു നിൽക്കുന്ന തിരക്കാണ്. മിന്നുന്ന കുപ്പായങ്ങൾ സൂക്ഷ്മതയോടെ തയ്യൽ മെഷീനിൽ ചെയ്തെടുക്കുകയാണവർ. റമദാൻ പകുതിയോടെ നടക്കുന്ന കുട്ടികളുടെ നോമ്പുത്സവമായ കരങ്കശിനുള്ള ഡ്രസ്സുകൾ കൂടുതലായി വിറ്റുപോകുന്ന സമയം കൂടിയാണ് റമദാനിലെ ആദ്യ പത്തുകൾ. रमज़ान का जो ईद का जो कलेक्शन है, ईद के अंदर ये लोग यूज़ करते हैं. ठीक है, ये सब कलेक्शन है. ये पूरा रमज़ान और ईद के लिए कलेक्शन है. ये सब देखिए. और ये जो फैब्रिक है ये करंगशों में यूज़ करते हैं. करंगशों को लेगा तो रमज़ान में 15 रमज़ान को ये लोग एक फंक्शन मनाते हैं ओमानी लोग. ठीक है, उसमें ओमानी का जो ओमानी भी है, उसमें अपना इंडियन, पाकिस्तानी सब फैमिली लोग जो भी है, सब लोग, बच्चा लोग, बड़ा लोग भी एक फंक्शन करता है. उसमें बच्चा लोग को सब लोग चॉकलेट वगैरह देता है, टॉफ़ी वगैरह, चॉकलेट वगैरह देता है. ഒമാനിലെ തൊപ്പികൾ, ശിരോവസ്ത്രങ്ങൾ, ഡിഷ്ഡാഷകൾ എന്നിവയിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരമ്പരാഗത ഒമാനി ഡിസൈനുകളിൽ നിന്ന് വ്യത്യസ്തമായവ ഉപയോഗിക്കരുതെന്നുവരെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുണ്ട്. മുൻകാലങ്ങളിൽ വീട്ടുജോലിക്ക് പുറമെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമുള്ള ദൈനംദിന വസ്ത്രങ്ങൾ തയ്ച്ചെടുത്തിരുന്നത് സ്ത്രീകളുടെ ജോലിയായിരുന്നു. പ്രത്യേകിച്ച് പെരുന്നാൾ വസ്ത്രങ്ങൾ ദിവസങ്ങളോളം ഇരുന്ന് തുന്നിയെടുക്കും. അമ്മമാർ പെൺമക്കളെ തയ്യൽ പഠിപ്പിക്കും. അയൽപ്പക്കത്തുള്ള സ്ത്രീകളെല്ലാം ഒരുമിച്ചിരുന്ന് ഉടുപ്പുകൾ തുന്നും. പൈതൃകത്തെ മുറുകെ പിടിക്കുന്ന ഒരു ജനത അത് എത്ര ഭംഗിയായാണ് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത്. മീഡിയ 1 മസ്കത്ത്.